ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിഷു. ഇന്ന് നമ്മൾ വിഷുവിൻ്റെ വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ വന്നിരിക്കുന്നത്. വിഷുവിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് ആണ് കേട്ടോ. ഇത്രയും വലിയൊരു സംഭവം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആൽബാണ് കേട്ടോ, കല്യാണ ആൽബാണ്. അപ്പോൾ അത് 2 ദിവസമായി കിട്ടിയിട്ട് അപ്പോൾ ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞു. എന്തായാലും കല്യാണ പെണ്ണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാലേ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതുവരെ വെക്കാൻ വയ്യ. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ, കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ മറ്റേ തയ്യലിൻ്റെ കത്രിക ഇട്ട് എടുത്തിരുന്നത്. കല്യാണ പെണ്ണ് മാത്രമില്ല. പൊളിക്കാൻ പോവാണേ. നല്ല കേട്ടോ എങ്ങനെ വിളിക്കട്ടെ? കത്തി എടുക്കണോ? ഇത് ഭയങ്കര ടൈറ്റിലാണ് കേട്ടോ അവര് ചെയ്തിരിക്കുന്നത്. അമ്മാണ് വേണം അടുത്തത് ചെയ്യും. മറ്റേ കറിക്കത്തിയൊക്കെ എടുത്തിട്ടാണ്. ഇന്നലെയും കൂടെ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു ആൽബം കണ്ട എങ്ങനെ ഉണ്ട്, അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടാ, ഞാനത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാ. ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരുവിധം നമ്മൾ ഈ ഒരു ഭാഗം ഇനി ഇത് അയ്യോ ഇനി മതി 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 ഇനി ആക്കണ്ട, കത്തിയേച്ചാക്കണ്ടല്ലേ ചാ. ഞങ്ങൾക്കുള്ള ക്ഷമ നശിച്ചു തുടങ്ങി. യെസ്, സംഭവം അതിന്റെ ഉള്ളിൽ നല്ല സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് നല്ല എടുക്കണം. ഞാൻ ബോക്സ് അങ്ങ് മാറ്റിക്കാം. ഇനി ഇത് നമുക്ക് പൊളിക്കണം. കത്തി കൊണ്ടൊന്നും ആക്കാൻ പറ്റില്ലേ? ചിലപ്പോ അതിന്റെ മേലെ എങ്ങനെ കട്ടിക്കുന്ന നല്ല പാടുപെട്ട അവര് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോഴത്തെ കട്ടി പറയാം. എങ്ങനെയൊരു കുട്ടം കിട്ടുന്നില്ലേ? ഇതിന്റെ ബാക്കിലും പേരൊക്കെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യമാണ് പാക്ക് ഇങ്ങനെ ഇതൊക്കെ പൊളിക്കേണ്ട ആള്. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഇതിങ്ങനെ
നമ്മുടെ സംഭവം അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ വീഡിയോ കവർ ഷൂക്കേസോ ഇതൊരു സംഭവം അപ്പൊ ഇതിനുള്ള പിക്ചേഴ്സ് കൊള്ളാം. കാണിച്ചോട്ടെ പ്രേക്ഷകർ കാണട്ടെ. ആദ്യം ഇത് കളിക്കാം. അല്ല ആദ്യം ഇത് കളിക്കാം. ആദ്യം നമുക്കിത് അങ്ങനെ ടേബിൾ കലണ്ടർ ഉണ്ട് കേട്ടോ. കാണാണ്ടോ? ഇവിടെ ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. അവനെ കേറ്റാം. കേറി വരൂ, വായു കേറി വരും. കപ്പു പുതിയൊരു കുട്ടി കേറിയൊക്കെയാണ്. ഒരു ടേബിൾ കലണ്ടർ ഉണ്ട്. പിന്നെ ഒരു മിനി ആൽബം ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇനി പിന്നൊരു പെൻഡ്രൈവിന്റെ ഒരു ഇനി നമുക്ക് മെയിൻ ആയിട്ട് വലിയ പിന്നെ ഇതിലും ഒരു പെൻഡ്രൈവ് ഉണ്ട് കേട്ടോ. അതൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് എന്താ നോക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പണൊക്കെ ചെയ്ത് കഴിയും. സെറ്റ് ആക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആൽബം നമ്മളെടുത്ത് ഈ ബോക്സ് ഞാൻ അടച്ചു വെച്ചു. ഞാനൊരു ഷൂ കേസ് പോലെ കേട്ടോ നമുക്കത് കിട്ടുന്നത്. നമുക്ക് ആൽബം നോക്കാം. ഒരു മിനിറ്റ്. ഇതിങ്ങനെ എടുക്കണ്ട്. ഇങ്ങനെ ബാക്ക് ക്യാം ഓൺ ആക്കേണ്ടി വരും അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇതാട്ടോ. പതിയെ ഇത് നമ്മൾ തലേ ദിവസത്തെ ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞങ്ങളെല്ലാരും ഇതൊക്കെ വിസ്തരിച്ചൊന്നും കൂടെ കാണണം ഞങ്ങക്ക്. നീ മറക്കി മറിച്ചോ. അടുത്ത ഏട്ടന്മാരൊക്കെ ഫോട്ടോ ഇപ്പൊ ഇത് നമ്മള് ദക്ഷിണ കൊടുക്കണേന്റെ അതൊക്കെ ഒരൊറ്റ ഫേസിലങ്ങ് തീർത്തിട്ടവര്. മറിച്ചോ. ഓ ഇതാണ് ഞങ്ങളുടെ ഹൽദി. ഓക്കെ മറിച്ചാവോ. ഇത് അടിപൊളിയുണ്ടല്ലേ. ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ് ഇട്ടിലെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ. മറിച്ചോ. അങ്ങനെ നമ്മളെ ഹൽദിയുടെയും തലേ ദിവസത്തൊക്കെ പരിപാടി കഴിഞ്ഞു.
ഇത് ഞങ്ങളെ ഡാൻസിൻ്റെ ഒക്കെ ഓരോ ഫോട്ടോസ്. അനീഷ് കളിക്കുന്നത് ആ സുന്ദരി കണ്ണാടച്ചുണ്ട്. മറ്റിൻ്റെ കണ്ണാടച്ച ഇല്ലല്ലോ. ചെക്ക് ഉണ്ടേ. ഇതായിരിക്കുന്ന ജി. പിന്നെ അങ്ങോട്ട് കല്യാണത്തിന്റെ ദിവസത്തെ ഫോട്ടോസാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു ജീവിച്ചതാ അവരുടെ കല്യാണ ആൽബത്തില്. ഇത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കല്യാണത്തിന്റെ ദിവസത്തെ ഫോട്ടോസാണേ. ഇത് നമ്മുടെ അമ്പലത്തിന്റെ അവിടെ നിന്ന്, വാമനാമൂർത്തിയുടെ അമ്പലത്തിന്റെ അവിടെ നിന്ന്. ഈ ഫോട്ടോ ഞാൻ അതിന് ഭംഗിയുണ്ടല്ലേ. ഇതിലൊക്കെ ഞാണ്ട് കൊള്ളാം. എവിടെങ്കിലും മേലെ കയറിയായിരുന്നോ? അടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. നമ്മളെല്ലാരും കയറിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അത് വെള്ളത്തിന്റെ ഓഫീസിൽ. ഒരു മിനിറ്റ് ആ മാറ്റിക്കോ. ഇതാ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കേട്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഞങ്ങളെല്ലാരും ഉണ്ട്. ഇനി അവരെ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ ഒരെണ്ണം. ഇത് നമ്മളെല്ലാരും ഉണ്ട്. ഇതിലാരും മിസ്സിംഗ് ഇല്ലല്ലോ. ആരുമില്ല. സിന്ധുമായി എന്താ തല മാന്ത് അതോ കുട്ടി ചവിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. എവിടെ അതായിരിക്കുന്നേ? അതാ തങ്കു ഇരിക്കണൊക്കെ നോക്ക്. തങ്ങിങ്ങനെ അന്റെ അച്ഛതായിരിക്കണ്. അല്ല എന്റെ അച്ഛല്ല അല്ലേ? ആ അവരില്ല. രണ്ടുപേര് ഇതില് മിസ്സിംഗ് ആണ് കേട്ടോ. ഒന്ന് നീനയുടെ അച്ഛനും ഒന്ന് അവന്റെ അച്ഛനും. ആ മാറ്റിക്കോ. ഇതാണ് കല്യാണ ചിക്കൻ. ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്താണ്ടേ ശരിക്കും ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മൊത്തത്തിലൊരു ഫോട്ടോ കിട്ടിയില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കായിരുന്നു ആരൊക്കെ വന്ന്. അതാ ഈ സാരിയെ. ഇത് സെക്കൻഡ് സാരി കേട്ടോ. അവര് കൊടുക്കുന്ന സാരി ഉണ്ടല്ലോ, അതാണ്. വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പൊ ഇതോടെ നമ്മളെ ഇത് കഴിഞ്ഞു. ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിം ഇങ്ങനെ കേട്ടോ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. ആൽബം എങ്ങനെ ഉണ്ടടാ? ആൽബം എങ്ങനെയുണ്ട്? സൂപ്പർ ചേച്ചി. ചെറിയ എങ്ങനെയുണ്ട്? ഇവരെല്ലാരും ഇനി ഇവരുടെ മുഖം കാണാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ. അല്ലട്ടോ, ഇത് ഇവന്റെ മോദം കാണാൻ വേണ്ടിട്ടാണ്. അവന്റെ മോദം ഇതായിരിക്കണം മോനെ സിഗ്മ. ഈ സിഗ്മ ഗൈസ് നമ്മള് പെൻഡ്രൈവില്
പെൻഡ്രൈവ് ഇട്ടിട്ട് കാണാൻ പോവാം കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഫുൾ വീഡിയോ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഗൂഗിൾ ഡ്രൈവ് വഴി അയക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അവരോട്. അപ്പോൾ അത് അവർ അയച്ചു തരും. അപ്പോൾ ഞാൻ ഇതുവരെ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. പക്ഷെ എനിക്കിതിൽ വോയിസ് പാട്ടുണ്ടാവുമല്ലോ, പാട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേണ്ടി വരും കൊടുക്കാൻ. എന്തായാലും ഞങ്ങളത് പെൻഡ്രൈവ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുക, ഞങ്ങളുടെ റിയാക്ഷൻ കാണിച്ചു തരാം. പോണം. എന്താ ചേട്ടന്? നമ്മള് ഫ്രണ്ട്സ് ആണ്. ഇതിലെങ്ങനെ പെൻഡ്രൈവ് കുത്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അത് സെറ്റാക്കി തരും. എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഡാഡി അവിടെ ചെയ്തോണ്ടിരിക്കണം. വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ആദ്യത്തെ ഡ്രൈവ് ഇട്ടോ, അതിൽ നിറയെ ഫോട്ടോസ് ആണ്. അപ്പൊ ഈ ഒരു ഡ്രൈവിലാണ് നമ്മുടെ വീഡിയോ എന്ന് തോന്നുന്നു. ഇത് മാറ്റി ഗൈസ്. നമ്മളെ വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം വെഡിങ് വീഡിയോ ഇനി അങ്ങോട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ വോയിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കോപ്പിറൈറ്റ് വിട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും വോയിസ് ഓവർ കൊടുക്കേ പാകുള്ളൂ. എനിക്ക് ഈ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാ കോപ്പിറൈറ്റ് കിട്ടാണ്ട് സോങ് ആഡ് ചെയ്യുക, അതൊക്കെ എനിക്കറിയില്ല. എനിക്കതിന് പഠിക്കണം എന്നുണ്ട്. പക്ഷെ അതിന് മെനക്കെടാനും വയ്യ, അതാണ് സത്യം. അപ്പോൾ എന്തായാലും ഞാൻ പഠിച്ചൊരു ദിവസം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ കംപ്ലീറ്റ് വെഡ്ഡിങ് വീഡിയോ, വെഡ്ഡിങ് ഹൈലൈറ്റ്സ്, റീൽസ് എല്ലാം ഞാൻ സോങ് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും, എന്തായാലും പഠിക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ പ്ലേ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഗ്രീൻ ഡാവണി എടുത്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഔട്ട്ഡോർ വെച്ചിട്ട്, അതായത് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പൊയിലത്ത് അമ്പലം ഉണ്ട് കേട്ടോ, ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പം ശിവക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ ആ സൈഡും ആ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കിഡിലൻ സ്പോട്ടാണത്. ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സ്ഥലം അനന്തഭദ്ര മൂവിയിൽ ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയ, ആ കുളത്തിൻ്റെ ആ ഏരിയയൊക്കെ, ഈ കുളമൊക്കെ അനന്തഭദ്രം മൂവിയിൽ ഒരു ഷോട്ടിലുണ്ട് കേട്ടോ. ആ പാട്ടുണ്ടല്ലോ, പൃഥ്വിരാജ് ഇങ്ങനെ ഓടി കിടക്കുന്നൊരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടിൽ ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കിഡിലൻ ഒരു സ്പോട്ടാണ്, ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിൽ അവിടെ പോയിട്ട് എടുത്ത കുറേ നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ.
അപ്പോൾ പിള്ളേരൊക്കെ നല്ല വെയിറ്റിംഗ് ആയിരുന്നിട്ട് അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ഞാനും നീനിയും കൂടെ ഉള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയതാട്ടോ. പിന്നെ ഇവർ നല്ല വൃത്തിയിൽ ചിരിച്ച് കിളിച്ച് നിൽക്കുന്നുണ്ട്, കാരണം അവരുടെ വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരെ തന്നെ ഇങ്ങനെ ഓരോന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ കുട്ടനും അതുപോലെ തന്നെ അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടിപ്പാട്ടാളങ്ങളും സോഫയിലിരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഒരു അവലോകന ആരോഹണ ക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ടി വിയിൽ കാണുന്നേക്കാൾ ക്ലിയർ എനിക്ക് തോന്നുന്നു ഫോണിൽ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു എന്താ വേൾഡ് വിത്ത് ഫുൾ ഓഫ് ഹാപ്പിനെസ്, അത് വേണമെങ്കിൽ പറയാം. സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫ്രെയിം. എന്താ ഞങ്ങൾ 4 പേരും അത് സെറ്റാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാനും സ്വത്തും അപ്പം ഞങ്ങളോട് എങ്ങനെ എല്ലാവരും വന്ന് നിന്നാലും അവർ പറയുമല്ലോ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് വീഡിയോയുടെ സെക്ഷൻ വരുമ്പോൾ ചിരിക്കൂ അവ ചിരിച്ചൊക്കെ ഒരു വഴിയായി. അപ്പം ഇത് ചിക്കണ്ണൻ. അപ്പം ചിക്കണ്ണനും അവരോട് എന്തൊക്കെയോ പറഞ്ഞ് അവരെന്തേരും കുണുകുണാ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ദക്ഷിണ കൊടുക്കലിലൊരു നീണ്ട നിരയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും പിന്നെ കാരണവന്മാർക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുക്കലായിരുന്നു. കൂട്ടത്തിൽ എനിക്കും സ്വത്തുവിനും ദക്ഷിണ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി, എനിക്ക് ചെറുതായി കരയൊക്കെ ചെയ്തു. അപ്പം ഇതാണ് കേട്ടോ ആ ഭാഗം. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം നമുക്കൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സംഭവം. അയ്യോ, എൻ്റെ കാലൊക്കെ തൊട്ട് ഒരാൾ ദക്ഷിണയൊക്കെ തരുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ അനിയത്തിയാണല്ലോ, അവരെ തരണമല്ലോ, ഞാൻ ചേച്ചിയല്ലേ. അങ്ങനെ പിന്നെ ദാനകഥ ബ്രേസ്ലെറ്റൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അതുപോലെ തന്നെ ഈ ദക്ഷിണ കൊടുക്കൽ ചടങ്ങായിരുന്നു. പിന്നെ നമ്മുടെ അനിയന്മാരുടെ ടീമാണിത്. അതായത് അക്ഷിത്ത്, അനീഷ്, കണ്ണൻ എല്ലാവരും കൂടെ. അപ്പോൾ പിന്നെ ഇത് കണ്ണൻ്റെ ഫാമിലി, അന്നമോളും കണ്ണൻകുട്ടിയും അവരൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അവർ ചിരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഇത് ചിരിച്ചിട്ട് എന്ത് കിട്ടാൻ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ആ ഔട്ട്പുട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം. അതിലും ഞങ്ങളുടെ കാരണൊരു ഏട്ടൻ, കുട്ടാപ്പേട്ടൻ. പിന്നെ ഇത് കണ്ണൻകുട്ടിയുടെ ഫാമിലി. അങ്ങനെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൽ. പിന്നെ ഞങ്ങൾക്ക് മുഴുവനായിട്ടും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾക്ക് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2:45. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ സദ്യയൊക്കെ കഴിച്ച് പെട്ടെന്ന് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ധൃതിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അമ്മയും മേമ്മമാരൊക്കെ, ഇതാണ് ഞങ്ങളെ മേമ്മമാരൊക്കെ കേട്ടോ, അമ്മയും. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഹൽദിയുടെ, ഇതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. ഈ ഒരു സെക്ഷൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത് അങ്ങനെ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രെയിമും സെറ്റപ്പും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ഒരു അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അവൾ നല്ല നല്ല മൂവ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവൾ ഇങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കരമായിട്ട് നല്ല രസമായി എൻജോയ് ചെയ്ത് മൂവ്മെൻറ്റ്സൊക്കെ അവൾ ഓരോരോ കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഇടുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഫുൾ വീഡിയോ ഞാനിങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ, കല്യാണ വീഡിയോ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും അവരവരുടെ പോർഷൻസ് ഇതുപോലെ തന്നെ ടി വിയിൽ നിന്ന് ഫോണിൽ ക്ലിയറിൽ എടുത്തിട്ട് അവർക്ക് ഓരോരോ പാർട്സായിട്ട് നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുക കേട്ടോ ഞാൻ. പിന്നെ ഹൽദിയുടെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ നമ്മളിങ്ങനെ സ്വീറ്റ്സ് കൊടുക്കുന്നു, മഞ്ഞൾ തേക്കുന്നു, അങ്ങനത്തെ പരിപാടി കേട്ടോ. അതിങ്ങനെ ഒരാൾ വരും, പിന്നെ അടുത്ത ആൾ വരും, മറ്റാൾ വരും, അങ്ങനെ ആ ഒരു സെക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേദിവസം, അതായത് ഞങ്ങൾ മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് യെല്ലോ ഇടാം, ബാക്കി എല്ലാവരും യെല്ലോ ഇടാം, പക്ഷേ ഗ്രൂമിന് യെല്ലോ വേണ്ട, കുറച്ച് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കളർ പിടിക്കാമെന്ന്. കാരണം യെല്ലോ എപ്പോഴും യൂഷ്വലി കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം ആ ഫസ്റ്റത്തെ ധാവണി ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങിനും ഹൽദി ചടങ്ങിനും ഉടുക്കാം. ബ്രൈഡ് ഗ്രീൻ ആ ധാവണിയും, ബാക്കി എല്ലാവരും യെല്ലോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ
പിന്നെ എനിക്കങ്ങ് അതങ്ങ് ഒരു സെറ്റാവുന്നില്ല. ദാവണി എടുത്തിട്ട് ഒരു ഹൽദി പരിപാടി അങ്ങ് സെറ്റാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ ഞാനും അവളും പോയി അതിനും കൂടെ പോയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും മിക്സാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കും അതിനനുസരിച്ച് ഷോളും ഉണ്ട്. പക്ഷേ നമ്മൾ ഷോൾ ഇട്ടിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഈ മേക്കപ്പ് ഫുള്ള് ചെയ്തത് ഞാനാണ് കേട്ടോ. ഹെയർ ചെയ്തത് സുന്ദരിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ആക്സസറീസൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബ്രൈഡ് ടൂപ്പിയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു ധൃതി പിടിച്ച് തത്രപ്പാടിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് വിട്ടതാട്ടോ. കാരണം നേരം വൈകി ഞങ്ങൾ തലേദിവസത്തെ പരിപാടി. അപ്പോൾ ആ തലയിൽ വെച്ചിരിക്കുന്ന സാധനം അരയിലെങ്ങാണ്ട് കെട്ടാനുള്ളതാണ്. ഞങ്ങൾ തലയിൽ ഒരു പൂ പോലെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനെ കല്യാണ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ പറയും, ഞാൻ ആദ്രി ആൽഫിനൊക്കെ പറയും ഞാനൊരു സൈക്കോയാണ്, ചേച്ചി ഒരു പ്രത്യേക സൈക്കോയാണ്. കാരണം ഞാൻ ഇത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാണും. കണ്ടിങ്ങനെ ഓരോരുത്തരും ഇന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു, മറിച്ച ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ കണ്ടിങ്ങനെ എനിക്കിങ്ങനെ വീണ്ടും കണ്ടിങ്ങനെ ആ ഒരു നിമിഷം എത്ര പെട്ടെന്നാണ് കടന്നു പോയത്. അതുവരെ ഫെബ്രുവരി 8 കല്യാണം ഇങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു ഫെബ്രുവരി അങ്ങ് എത്തിയപ്പോൾ പറയുമ്പോഴേക്കും അങ്ങ് ആ ദിവസം അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഇങ്ങനെ കാണും. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് മെമ്മറീസൊക്കെ ഒരൊറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ നല്ല നല്ല രസമല്ലേ. അങ്ങനൊരു മൊമെൻറ്റ്സ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.